നമുക്ക് ഈ സ്ലൈഡിൽ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് നേരത്തെ പറഞ്ഞ CNN-ൽ നിന്ന് ഒരു ഇമേജ് പ്രോസസ്സ് ചെയ്ത് അത് എങ്ങനെയാണ് മെമ്മറി ബാൻഡ് വിഡ്ത്ത് ബൗണ്ട് ആവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. മെമ്മറി ബാൻഡ് വിഡ്ത്ത് ബൗണ്ട് എന്ന് പറഞ്ഞാൽ മെമ്മറിക്ക് ഇനഫ് ബാൻഡ് വിഡ്ത്ത് ഇല്ല ഈ ഒരു CNN-ന്റെ പ്രോസസ്സിങ്ങിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഒരു 4K ഇമേജ് നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്ത് CNN-ൽ ഇട്ടിട്ട് തിരിച്ച് മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്ത് വിടുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ GDDR6 റാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റാമാണ് ഞാൻ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം മെമ്മറിയിൽ ആദ്യമേ ഒരു ഇമേജ് വരുമ്പോഴത്തേക്കും ഒരു 4K ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 8 മില്യൺ പിക്സൽസ് ഉണ്ട്. ഇതിലത്തെ ഒരു പിക്സലിന് 16 ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 4K ഇമേജിന് 128 MB സൈസ് വരും. ഇത്തരത്തിൽ നമ്മൾ റാമിൽ നിന്ന് ഒരു 4K ഇമേജ് റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 128 MB ഓഫ് ഡേറ്റ നമ്മൾ റീഡ് ചെയ്യുന്നു. ആ ഒരു ഇമേജിനെ നമ്മൾ കുറച്ചുകൂടെ ആ ഒരു ഫസ്റ്റ് ലെയർ പ്രോസസ്സിങ് CNN-ൽ നടക്കുക. ഫസ്റ്റ് ലെയർ പ്രോസസ്സിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രിസ്പിനെസ്സോ ഡീറ്റെയിലോ എന്താണെന്ന് വെച്ചാൽ AI ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒരു ലെയർ പ്രോസസ്സ് ചെയ്ത ലെയർ നമ്മൾ തിരിച്ച് റാമിലേക്ക് റൈറ്റ് ചെയ്യുന്നു. അതിന് വീണ്ടും 128 മെഗാബൈറ്റ്സ് ഓഫ് റാം ആക്സസ് നമ്മൾ റാമിനോട് ചോദിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ഓപ്പറേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റ ഒരു ലെയർ ആണ് CNN പ്രോസസ്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 300 ടോപ്സിൽ നിന്ന് വെറും 9 ടോപ്സേ ആവശ്യമായിട്ട് വരത്തുള്ളൂ. അതായത് 9 ട്രില്യൺ ഇൻറ്റിജർ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അതാണ് 9 ടോപ്സ്. അപ്പോൾ 9 ടോപ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി മൊത്തത്തിലുള്ളത് 300 ടോപ്സ് ആണ്. ഒറ്റ ലെയറെ പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 300 ടോപ്സിന്റെ വെറും 3% നമ്മൾ എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യുന്നുള്ളൂ എന്ന്. ഇത്തരത്തില് 128 MB ഓഫ് ഡേറ്റ നമ്മൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നു. 128 MB ഓഫ് ഡേറ്റ പ്രോസസ്സിങ്ങിന് ശേഷം മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു CNN പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ഈ CNN പ്രോസസ്സിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 4K ഇമേജിനെ എടുത്തിട്ട് അതിലോട്ട് ഡീറ്റെയിൽസും ക്ലാരിറ്റിയും ബാക്കിയുള്ള ക്രിസ്പ്നെസ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൂടെ ആഡ് ചെയ്ത് വിടുന്നു. അപ്പോൾ ഇത്തരത്തിൽ CNN ഒരു ലെയർ പ്രോസസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഏകദേശം ആവശ്യമായിട്ട് വരുന്നത് 9 ടോപ്സ്. ടോപ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്, ട്രില്യൺ ഇൻറ്റിജർ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അപ്പം നിങ്ങൾ ഓർക്കുക നമ്മുടെ ടോട്ടൽ കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി എത്രയായിരുന്നെന്നാ പറഞ്ഞേ 300 ടോപ്സ് ആണ്. 300 ടോപ്സിലത്തെ ഒരു ലെയർ പ്രോസസ്സ് ചെയ്യാൻ വെറും 9 ടോപ്സേ നമുക്ക് ആവശ്യമായിട്ട് വന്നുള്ളൂ. അതായത് മൊത്തം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റിയുടെ വെറും 3% മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് മിച്ചമുള്ള 97% വേസ്റ്റ് ആയി പോവുക. അടുത്ത സ്ലൈഡിൽ വേറൊരു എക്സാമ്പിൾ കൊടുത്തേക്കുക. മുമ്പിലത്തെ എക്സാമ്പിളിനോട് സിമിലർ ആണ്. ഇവിടെ ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ. അതെന്താന്ന് വെച്ചാൽ നേരത്തെ CNN ഒറ്റ ലെയർ ആണ് പ്രോസസ്സ് ചെയ്തെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ CNN 2 ലെയേഴ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒന്നിച്ചാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ പഴയതുപോലെ തന്നെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി 128 MB, തിരിച്ച് റൈറ്റ് ചെയ്യാൻ വേണ്ടി 128 MB. ഇതിന്റെ ഇടയിൽ 2 ലെയർ ഫ്യൂസ് ചെയ്ത് വെച്ചേക്കുക. അതാണ് CNN പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ഒരു 2 ലെയർ ഫ്യൂസ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യുന്നതിന് CNN ചെലവാകുന്നതെന്ന് പറഞ്ഞാൽ 18 ടോപ്സ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ടോട്ടൽ കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് 300 ടോപ്സ്. 300 ടോപ്സിലത്തെ വെറും 18 ടോപ്സ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ അർത്ഥം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വെറും 6% എഫിഷ്യൻസി. അതിന്റെ അർത്ഥം 93% നമ്മൾ കമ്പ്യൂട്ടേഷണൽ പവർ വേസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. ഇത്തരത്തില് കമ്പ്യൂട്ടേഷണൽ പവർ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറി ബാൻഡ് വിഡ്ത്ത് ബൗണ്ട്. സോണിക്ക് പിടികിട്ടി ഇത്തരത്തില് നമ്മൾ 2 or 3 ലെയർസ് ഒക്കെ ഫ്യൂസ് ചെയ്താൽ എഫിഷ്യൻസി കൂടുമെന്ന്. അങ്ങനെ ഇരിക്കെ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഫുള്ളി ഫ്യൂസ്ഡ് നെറ്റ്വർക്ക് എന്നും പറഞ്ഞ് ഒരു ഐഡിയ ഇവർ കണ്ടെത്തി. ഇതിലെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 അല്ല 2 അല്ല 3 അല്ല കുറെ അധികം ലെയേഴ്സിനെ ഫ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ഒരു പടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ നേരത്തെ ഒരു സ്ലൈഡിൽ CNN ഒരു ഫുൾ CNN കണ്ടിരുന്നു അല്ലെ? ഏകദേശം അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് അറ്റ് എ ടൈം ഇഷ്ടം പോലെ ഇമേജസിനെ ഒന്നിച്ച് ഫ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ലെയേഴ്സിനെ ഒന്നിച്ച് ഫ്യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അതായത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യും, ആ റീഡ് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇമേജിനെ ഒറ്റയടിക്ക് ഫ്യൂസ് ചെയ്ത്, അതായത് എല്ലാ ലെയേഴ്സും കൂടെ ഫ്യൂസ് ചെയ്ത് ഒറ്റ നെറ്റ്വർക്കിൽ കയറ്റിയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് മെമ്മറിയിലോട്ട് തിരിച്ച് റൈറ്റ് ചെയ്യും. ഇതിനെയാണ് ഫുള്ളി ഫ്യൂസ്ഡ് നെറ്റ്വർക്ക് എന്ന് സോണി വിളിക്കുന്നത്. അപ്പം മാർക്ക് സേണി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫ്യൂസ്ഡ് നെറ്റ്വർക്ക് PS5 Proയിൽ ഇവര് ഫുൾ എഫിഷ്യൻസിയിൽ ഇവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഏകദേശം ഏറെക്കുറെയൊക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നതിനും റൈറ്റ് ചെയ്യുന്നതിനും 128 MB ആണ് ചെലവാകുന്നതെന്ന് പറഞ്ഞിരുന്നു. ഈ 128
128 MB എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ GDDR6 മെമ്മറിയാണ്. അതായത് 16 GB ആണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന GDDR6 മെമ്മറി. ഈ 16 GB നിന്നാണ് വെറും 128 MB CNN പ്രോസസ്സിങ്ങിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ ഓർക്കും 128 MB എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വാല്യൂ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഓർക്കണം, മെമ്മറി അഥവാ റാം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ സിസ്റ്റം റിസോഴ്സസ് അറ്റ് എ ടൈം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഗെയിമിൽ തന്നെ 10,000-ഓളം അല്ലെങ്കിൽ 1,00,000-ഓളം ഷെയ്ഡർ പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഷെയ്ഡർ പ്രോഗ്രാംസ് ഒക്കെ റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ ഈ പറഞ്ഞ GDDR6 മെമ്മറിയാണ് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയൽ ടൈമിൽ. അതുപോലെ തന്നെ വെർട്ടെക്സ് കാൽക്കുലേഷൻസ്, പ്രിമിറ്റീവ് കാൽക്കുലേഷൻസ്, മെട്രിക്സ് മാത്തുകൾ, അങ്ങനെ ഇഷ്ടം പോലെ പ്രോസസ്സുകൾ അറ്റ് എ ടൈം ഈ റാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അത്രയും പ്രോസസ്സുകൾ ഈ റാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗെയിം എഞ്ചിൻ തന്നെ മെയിനായിട്ട് ഈ റാം ഫുൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇനി AI അല്ലെങ്കിൽ CNNസിനും കൂടെ ആവശ്യമായിട്ടുള്ള 128 MB റാമും കൂടെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞാൽ റാം ഇല്ല അത്രയും വിട്ടുതരാൻ. അപ്പൊ അത്രയും റാം നമുക്ക് വിട്ടു കിട്ടാത്തത് കൊണ്ട് സോണി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇവർക്ക് പിടികിട്ടി ഒരു 4K ഇമേജിനല്ലേ 128 MB സൈസ് വരുന്നത്. ഇവരെന്ത് ചെയ്തു, ഒരു 4K ഇമേജിനെ വെട്ടിച്ചുരുക്കാൻ തുടങ്ങി. വെട്ടിച്ചുരുക്കാൻ എന്ന് പറഞ്ഞാൽ 4K ഇമേജിനെ ഓരോ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി. അപ്പോൾ ഒരു കാര്യം ഇവർക്ക് നടത്തിയെടുക്കാൻ പറ്റി, അതായത് ഏകദേശം ഒരു ഫുള്ളി ഫ്യൂസ്ഡ് നെറ്റ്വർക്ക് ഇവർക്ക് നടത്തിയെടുക്കാൻ പറ്റി. പക്ഷേ ഒരു 4K ഇമേജിനെ ഒന്നിച്ച് ഈ നെറ്റ്വർക്കിലോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും റാം ഇല്ല. അപ്പൊ എന്ത് ചെയ്തു, ഇവർ ഈ 4K ഇമേജിനെ ഓരോ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി. അപ്പൊ ഇവിടെ കാണാൻ സാധിക്കും ഒരു 4K ഇമേജിനെ ഏകദേശം 8 പീസുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിലത്തെ ഓരോ പീസിനെ ഇവർ ടൈൽസ് എന്നാ പറയുന്നത്. അപ്പം ഈ ഒരു പടത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും അറ്റ് എ ടൈം 3 ടൈൽസ് CNN-ലോട്ട് കയറിപ്പോകും. 3 ടൈൽസ് അറ്റ് എ ടൈം ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു 4K ഇമേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 128 MB സൈസ് വരും. അപ്പൊ ഇവിടുത്തെ ഒരു ടൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 32 MBയോ അല്ലെങ്കിൽ ഒരു 16 MBയോ ഒക്കെ സൈസ് വരത്തുള്ളൂ. ഇവിടെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 128 MB ഒന്നിച്ച് കയറ്റി വിടാമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 32 MBയുടെ ഒരു 3-4 ടൈല് അറ്റ് എ ടൈം കയറ്റി വിടാൻ സാധിച്ചുകൂടാ. അതാണ് സോണി ഇവിടെ ചെയ്ത് നോക്കിയത്. അതായത് ഇവര് അറ്റ് എ ടൈം 3-4 ടൈലുകൾ ഒന്നിച്ച് CNN-ലോട്ട് കയറ്റി വിടാൻ തുടങ്ങി. 4K ഇമേജ് ഒറ്റയ്ക്ക് പ്രോസസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇവിടെ വരുന്നുമില്ല. കാരണം 128 MB റാമിന് തരാനില്ല. വേണ്ട, നമുക്ക് 32 MBയോ അല്ലെങ്കിൽ 16 MBയുടെ 3 എണ്ണമായിട്ട്, അതായത് ഏകദേശം 48 MBയോളവേ നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഇവിടെ വേറൊരു പ്രശ്നം കൂടെ സോണി ശ്രദ്ധിച്ചു തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയില്ലല്ലോ റാം എത്രത്തോളമാണ് നമുക്ക് അനുവദിച്ച് കിട്ടുന്ന അറ്റ് എ ടൈം എന്നുള്ളത്. കാരണം പല പ്രോസസ്സുകളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ പ്രോസസ്സുകൾ റാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ നമ്മൾ ചെന്നിട്ട് നമുക്കൊരു 4K ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ വെട്ടിച്ചുരുക്കിയ ഒരു ടൈലുണ്ട്, ഈ ടൈലിന് ഒരു 16 MBയിലും വിട്ടു തരണം. അങ്ങനെ പറഞ്ഞാൽ റാമിന് കാണത്തില്ല ചിലപ്പോൾ ഈ 16 MB വിട്ടു തരാനായിട്ട്. കാരണം അത് ഓൾറെഡി വേറെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സോണി ഓർത്തു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 16 MBയിൽ നിന്ന് വീണ്ടും ഇതിനെ വെട്ടിച്ചുരുക്കാം. അതായത് ടൈലിന്റെ സൈസ് ഇവർ നോക്കിയപ്പം വീണ്ടും വെട്ടിച്ചുരുക്കി ഇവരങ്ങനെ ചെറുതാക്കാൻ തുടങ്ങി. ടൈലിന്റെ സൈസ് ചെറുതാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവർ പുതിയൊരു പ്രശ്നം അവിടെ കണ്ടു. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓരോ ടൈല് ചെറുതാക്കുമ്പോഴും അതിൽ കൂടുതൽ നോയ്സ് കണ്ടു തുടങ്ങി. നോയ്സ് മാത്രമല്ല, ഡിസ്കാർഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഡേറ്റയും കൂടുതലായിട്ട് വന്നു തുടങ്ങി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ടൈല് ചെറുതാകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നടക്കുന്ന റേ ട്രേസിംഗ് കാൽക്കുലേഷൻസ് ഉണ്ട്. ഈ കാൽക്കുലേഷൻസിന് ഡേറ്റ, അനിവാര്യമായിട്ടുള്ള ഡേറ്റ കുറയും. അതായത് ടൈലിന്റെ സൈസ് കുറയാന്ന് പറഞ്ഞാൽ എന്താ, അതിൽ കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഡേറ്റയുടെ സൈസ് കുറയുമ്പോഴത്തേക്കും റേ ട്രേസിംഗ് കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഡേറ്റയുടെ സൈസും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്താ, പ്രോപ്പർ ആയിട്ടുള്ള റേ ട്രേസിംഗ് കാൽക്കുലേഷൻസ് നമുക്ക് കിട്ടത്തില്ല. അപ്പം എറേനിയസ് ആയിട്ടുള്ള ഡേറ്റ കടന്നു വരാൻ തുടങ്ങും. അപ്പൊ ഇവർക്കും പിടികിട്ടി നമുക്ക് കൂടുതലായിട്ട് അങ്ങേറ്റം പോയിട്ട് ടൈല് ചെറുതാക്കാൻ നോക്കിയാൽ അത് നടക്കുകയില്ലെന്ന് ഇവർക്ക് പിടികിട്ടി. അങ്ങനെ ടൈൽസ് ചെറുതാക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കി. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, അതായത് ടൈൽസ് ഏതായാലും ചെറുതാക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇത്രത്തോളം തന്നെ റാം അറ്റ് എ ടൈം, അതായത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും റാം വിട്ടു കിട്ടണം. പക്ഷെ അങ്ങനെ കിട്ടുമോ, അതൊട്ട് ഇല്ലതാനും. അപ്പൊ ഇവർക്ക് പിടികിട്ടി ഇവർക്ക് വേറൊരു രീതിയിൽ റാം ആക്സസ് കിട്ടിയേ പറ്റൂ എന്ന് മനസ്സിലായി. അത്തരത്തില് ഒരു റാം ഇവര് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഈ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാർഗറ്റഡ് എൻഹാൻസ്മെന്റ്സ് ഫോർ ദ GPU ആൻഡ് ഇറ്റ്സ് സറൗണ്ടഡ് മെമ്മറി സിസ്റ്റംസ് എന്ന് പറഞ്ഞത്. അവിടെ പറഞ്ഞ മെമ്മറി സിസ്റ്റംസ് എന്ന് പറയുന്നത് ഈ ഒരു റാം ആണ്. ഞാൻ വീണ്ടും ഈ ഒരു സ്ലൈഡിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 576 GB/s ബാൻഡ് വിഡ്ത്ത് സ്പീഡാണ് നമ്മളുടെ GDDR6 റാം അഥവാ സിസ്റ്റം മെമ്മറിക്കുള്ളത്. അവിടെ ഒരു ബൈറ്റ് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു ഓപ്പറേഷൻ എന്ന് വിളിച്ചത്. അപ്പം ഒരു ബൈറ്റ് ഓഫ് ഡേറ്റയിൽ 1000 ഓപ്പറേഷൻസ് അറ്റ് എ ടൈം ചെയ്യുന്നതാണ് നമ്മുടെ 300 ടോപ്സ് വാല്യൂ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ 576 GB/s എന്നുള്ള വാല്യൂ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ, ആ വാല്യൂ കൂടുവാണെന്നുണ്ടെങ്കിൽ ഒരു ബൈറ്റ് തന്നെ റീഡ് ചെയ്യുന്നു റൈറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ബാൻഡ് വിഡ്ത്ത് സ്പീഡ്, അതായത് മെമ്മറി സ്പീഡ് കൂടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസിന്റെ എണ്ണം കുറയ്ക്കാം. അതായത് ലെറ്റ്സ് സേ
ഇവിടെ 576 GB/s എന്നുള്ളത് ഓൾമോസ്റ്റ് ഡബിൾ ചെയ്ത് നോക്കുക. അതായത് ഏകദേശം 1000 സംതിങ് ഒരു വാല്യൂ വരും. അപ്പോൾ 1000 സംതിങ് ഇപ്പോൾ അതൊരു 1500 GB/s എന്ന് ആയിക്കൊള്ളട്ടെ. 1500 GB/s ആണ് ബാൻഡ് വിഡ്ത്ത് അവിടെ വരുന്നെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 1000 ഓപ്പറേഷൻസ് അതിൽ അന്നേരം ചെയ്യണ്ട, അവിടെ ഒരു 500 ഓപ്പറേഷൻസ് വല്ലതും ചെയ്താൽ മതി. കാരണം ഇവിടെ മെമ്മറി സ്പീഡ് കൂടി, അപ്പോൾ ഓപ്പറേഷൻസിന്റെ എണ്ണം നമുക്ക് കുറയ്ക്കാം. കാരണം ഇൻ എഫക്റ്റ് കിട്ടുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ടോപ്സ് വാല്യൂസിൽ ഓൾമോസ്റ്റ് സിമിലർ വാല്യൂ ആയിരിക്കും. അതാണ് പിന്നീട് സോണി ഞാൻ പറഞ്ഞ ഒരു ടാർഗറ്റഡ് എൻഹാൻസ്മെന്റും കൊണ്ട് ഉദ്ദേശിച്ചത്. അവർ GPU-ൽ തന്നെ റാം ആക്സസിനുള്ള വകയുണ്ടാക്കി. ആ ഒരു റാം ആക്സസ് എന്ന് പറയുന്നത് അവർ കൂടുതൽ സ്പീഡുള്ള റാം ആക്സസ് ആക്കി. അപ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ഓപ്പറേഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ് എ ടൈം കുറച്ച് ഓപ്പറേഷൻസ് ചെയ്താൽ മതി. പക്ഷെ നമ്മളുടെ മെമ്മറി സ്പീഡ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ 300 ടോപ്സ് വാല്യൂ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ലൈഡിൽ അതാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു PS5 Pro GPU എന്ന് പറഞ്ഞാൽ 30 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് ഉണ്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സിലും 4 വീതം വെക്ടർ രജിസ്റ്റേഴ്സ് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ വെക്ടർ രജിസ്റ്റേഴ്സ് ആണ് സോണി റാം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ റാം ഇവര് CNNs-ന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിലത്തെ ഓരോ വെക്ടർ രജിസ്റ്ററിന്റെയും സൈസ് എത്രയാണ്? 128 KB ആണ്. അതിന്റെ സ്പീഡോ 1.67 TB/s. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കണം, ഒരു വെക്ടർ രജിസ്റ്ററിന്റെ സൈസും സ്പീഡും ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനത്തെ 4 വെക്ടർ രജിസ്റ്റേഴ്സ് ആണ് ഒറ്റ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സറിലുള്ളത്. അപ്പൊ മൊത്തം 30 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കമ്പൈൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 15 MB-യോളം റാമും 200 TB/s സ്പീഡുമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നോക്കിയാൽ ആ മെമ്മറി സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെ പരിമിതം. അതായത് വെറും 15 MB റാമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ 200 TB/s മെമ്മറി സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. 200 TB/s എന്ന് പറയുന്നത് നമ്മുടെ GDDR6 മെമ്മറി, അവിടുത്തെ സ്പീഡ് എത്രയായിരുന്നു? വെറും 576 GB/s ആയിരുന്നു. അതിനെ അപേക്ഷിച്ച് ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 മടങ്ങാണ്. ഇത്തരത്തിൽ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സിനുള്ളിലുള്ള വെക്ടർ രജിസ്റ്റേഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഗെയിം എഞ്ചിനെ പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതിനു വേണ്ടിയിട്ട് ഇവർ പുതിയതായിട്ട് 44ഓളം ന്യൂ ഷെയ്ഡർ ഇൻസ്ട്രക്ഷൻസ് ഇവർ PS5 Proയിൽ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഷെയ്ഡർ ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യുന്നത് ടേക്ക് ഓവർ മോഡ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1 ടൈൽ പെർ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സർ. അതായത് ഒരു 4K ഇമേജിനെ ചിലപ്പോൾ ഒരു 10, 20, 30 ഒരു 4K ഇമേജിനെ 30 ടൈൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ടൈൽ പ്രോസസ് ചെയ്യുന്നത് ഒരു വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സർ ആയിരിക്കും. അപ്പം 30 ടൈൽ ഉണ്ടെങ്കിൽ 30 ടൈലും 30 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് ഇൻഡിവിജ്വലി ആയിരിക്കും പ്രോസസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഓരോ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സർ ഓരോ ടൈൽ പ്രോസസ് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ ടൈല് CNN-ൽ കൂടെ കയറ്റി വിടുന്നത്, അതിനെയാണ് പ്രോസസ്സിംഗ് എന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇൻ എഫക്റ്റ് ഒരു വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സർ ആണ് മേൽനോട്ടം വഹിക്കുന്നത്. എന്തിന്റെ? ഒരു ടൈല് ഒരു CNN-ൽ കൂടെ കയറി ഇറങ്ങി പോകുന്നത്. അങ്ങനെ നോക്കുമ്പം 30 ടൈൽസ് 30 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ് അറ്റ് എ ടൈം പ്രോസസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം 30 ടൈൽസ് അറ്റ് എ ടൈം ഈ പറഞ്ഞ ഫ്യൂസ്ഡ് CNN-ൽ കൂടെ കയറി ഇറങ്ങി പോകും. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞ സിസ്റ്റം മെമ്മറി ആയിരുന്നു യൂസ് ചെയ്യുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സിംഗ് സ്പീഡോ ഈ പറഞ്ഞ പ്രോസസ്സിംഗ് കപ്പാസിറ്റിയോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മാർക്ക് സെർണിയുടെ ഒരു വിഷൻ എന്ന് ഞാൻ ഏറ്റവും ആദ്യമേ പറഞ്ഞത്. കാരണം പുള്ളിക്കറിയാം എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളത്. പുള്ളി എങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തെടുത്തിരിക്കും. അടുത്ത സ്ലൈഡിൽ പുള്ളി ആ ഒരു 300 ടോപ്സ് നമ്പേഴ്സ് എങ്ങനെ വന്നു എന്ന് പറയുന്നതാണ്. അതിനപ്പം കുറച്ച് ടെക്നിക്കലായിട്ട് പുള്ളി പറയുന്നത് ഈ നമ്മൾ ഏറ്റവും ആദ്യം 18 ഓപ്സ് എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്ന സാധനം 18 ഓപ്പറേഷൻസ് ആണ്. അത് പുള്ളി പറയുന്നത് കൺവല്യൂഷൻസ് എന്നാണ് പുള്ളി അതിനെ പറയുന്നത്. അതായത് there are 2 sets of convolutions എന്നാണ് പുള്ളി പറയുന്നത്. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈയും മറ്റൊരു സെറ്റ് എന്ന് പറഞ്ഞാൽ അഡീഷനും. അങ്ങനെ ആ 2 സെറ്റും 9 എണ്ണം വീതമുണ്ട്. അങ്ങനെയാണ് 18 ഓപ്പറേഷൻസ് എന്നാണ് പുള്ളി പറയുന്നത്. അതിന്റെ യഥാർത്ഥ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ 2 കൺവല്യൂഷൻസ് അഥവാ ലെയിൻസ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 32 ഒരു സ്റ്റാക്കിൽ 32 ഐറ്റംസ് ഉണ്ട് സിംഡിക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ 4 സെറ്റ് ഓഫ് സിംഡി. അത് പിന്നീട് 4 വെക്ടർ രജിസ്റ്റേഴ്സ് വെച്ചിട്ട് ഇൻറ്റു 4. അതിനുശേഷം 30 വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സേഴ്സ്, ഓരോ വർക്ക് ഗ്രൂപ്പ് പ്രോസസ്സറിന്റെയും ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, അങ്ങനെ അതിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു 300 ടോപ്സ് നമ്പേഴ്സ് വന്നെന്നാണ് പുള്ളി പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടെ പുള്ളി ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതായത് പുള്ളി പറഞ്ഞു ഈ ഒരു പ്രസന്റേഷന് മുന്നോടിയായിട്ട് 300 ടോപ്സ് എന്ന് ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ ആർക്കും എങ്ങനെ ആ നമ്പറിലേക്ക് വന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇവിടെ കാണിക്കുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ നമ്മൾ പ്രസന്റേഷന്റെ ഫൈനൽ പാർട്ടിലേക്ക് വന്നേക്കുവാണ്. ഫൈനൽ പാർട്ട് എന്ന് പറഞ്ഞാൽ PSSR-നെ പറ്റിയിട്ടാണ് പുള്ളി പറയുന്നത്. PSSR ഞാൻ നേരത്തെ പറഞ്ഞു, PlayStation Spectral Super Resolution. ഇതിൽ പുള്ളി ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഈ PSSR-ന്റെ ആ ഒരു പേര് അല്ലെങ്കിൽ അത് വെറും ബ്രാൻഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ PS5-ലുള്ള ഓഡിയോ ടെക്നോളജിക്ക് ഇവർ വിളിക്കുന്നത് ടെമ്പസ്റ്റ് എന്നും പറഞ്ഞൊരു ബ്രാൻഡിങ്ങിന്റെ ബാനറിലാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ ഇവരുടെ AI ലൈബ്രറി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു കസ്റ്റം AI ഹാർഡ്വെയർ ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതിന്റെ മേളിൽ ഓടിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെ ഇവർ വിളിക്കുന്ന ചെല്ലപ്പേരാണ് PlayStation Spectral Super Resolution എന്നുള്ളത്. ഈ ഒരു സ്ലൈഡിൽ മാർക്ക് സെർണി പറയുന്നതെന്ന് പറഞ്ഞാൽ PlayStation Spectral Super Resolution മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് റെസൊല്യൂഷൻ കൂട്ടാനായിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും നേറ്റീവ് റെസൊല്യൂഷനിൽ മാക്സിമം ഇമേജ് ക്വാളിറ്റി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. കൺസോൾ റെസൊല്യൂഷനുകളെ പുള്ളി
പുള്ളി PC റെസൊല്യൂഷനുകളുമായിട്ട് ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഇവിടെ പൊതുവെ നമ്മൾ PC-കളിൽ നോക്കുവാണെങ്കിൽ റെസൊല്യൂഷൻ ഫിക്സ്ഡ് ആയിരിക്കും. അവിടെ വേരി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിഫ്രഷ് റേറ്റ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് PC-യിൽ ഇപ്പൊ 2K അല്ലെങ്കിൽ 4K അത് റെസൊല്യൂഷൻ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും. അപ്പം റെൻഡറിങ് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഗെയിം എഞ്ചിൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിഫ്രഷ് റേറ്റ് വേരി ചെയ്യിക്കും. 4K റെസൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞ് PC നമ്മൾ സെറ്റ് ചെയ്താൽ എപ്പോഴും 4K റെസൊല്യൂഷൻ ആയിരിക്കും PC തരുന്നത്. പക്ഷെ റെൻഡറിങ് കൂടുതൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഒരു റെസൊല്യൂഷൻ ഫിക്സ്ഡ് ആയിട്ട് അവിടെ വെക്കും, പകരം റിഫ്രഷ് റേറ്റ് മാറ്റും. അതായത് 60 FPS ആയിരുന്നു എന്നുണ്ടെങ്കിൽ റെൻഡറിങ് കൂടുമ്പം ഈ 60 എന്നുള്ള വാല്യൂ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് PC-കളിൽ പൊതുവെ വേരിയബിൾ റിഫ്രഷ് റേറ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഫിക്സഡ് റെസൊല്യൂഷൻ ആയിരിക്കും, മാറുന്ന എന്നാണ് ഈ പറഞ്ഞ ഫ്രീക്വൻസി അഥവാ ഫ്രെയിം റേറ്റ്. കൺസോളിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. കൺസോളിൽ റെസൊല്യൂഷൻ അല്ല ഫിക്സഡ് ആയിട്ട്. കൺസോളിൽ നമുക്ക് എപ്പോഴും FPS അഥവാ ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞ ഫ്രീക്വൻസി. കൺസോളിൽ പൊതുവെ നമുക്ക് 60 FPS വെക്കാം, അല്ലെങ്കിൽ 30 FPS വെക്കാം. 60 FPS ആണ് ഫോർ എക്സാമ്പിൾ നമ്മൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ കൺസോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കൺസോളിന് പിടികിട്ടും നമ്മൾ വെച്ചേക്കുന്ന 60 FPS ആണ്. അപ്പൊ റെസൊല്യൂഷൻ റെൻഡറിങ് കൂടുതൽ ആവശ്യമായി വരുവാണെന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ കുറയ്ക്കുക. അതായത് യൂസറിന് ചിലപ്പോൾ ഒരുപക്ഷെ വേണ്ടത് നേറ്റീവ് റെസൊല്യൂഷൻ ആയ 4K ആയിരിക്കും. പക്ഷേ ഫ്രെയിംസ് 60 ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് റെൻഡറിങ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? റെസൊല്യൂഷൻ കൺസോൾ കുറയ്ക്കും. ഈ ഒരു പ്രോസസ് PSSR-ന് ഭയങ്കര ചാലഞ്ചിങ്. കാരണം എന്താ? PSSR ഇപ്പൊ PC-യിൽ കൊണ്ട് വെക്കുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം എന്നാ? റെസൊല്യൂഷൻ അവിടെ ഫൈനൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ അവിടെ ഫിക്സഡ്. അപ്പൊ PSSR-ന് പിടികിട്ടും ഇന്റേണൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ റെൻഡറിംഗ് റെസൊല്യൂഷൻ എന്താണെങ്കിലും ഫൈനൽ ഔട്ട്പുട്ട് 4K ഞാൻ എത്തിച്ചാൽ മതി എന്ന് പിടികിട്ടും. പക്ഷെ കൺസോളിൽ വരുമ്പോൾ അങ്ങനെയല്ല. PSSR-ന് കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. എന്താ ചിന്തിക്കേണ്ടേ? ഇവിടെ ഫൈനൽ റെസൊല്യൂഷൻ ഫിക്സഡ് അല്ല, പക്ഷെ റെൻഡറിംഗിനനുസരിച്ചിട്ട് റെസൊല്യൂഷൻ ഞാൻ വേരി ചെയ്യിക്കുകയും വേണം. അത്തരത്തിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന റെസൊല്യൂഷനുകളിൽ മാക്സിമം ക്രിസ്പ്നെസ്സും ഡീറ്റെയിലും ക്ലാരിറ്റിയും കൊടുക്കുക എന്നുള്ളതാണ് PSSR-ന്റെ ജോലി. അത് വേറെ രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഗെയിം എഞ്ചിൻ തീരുമാനിക്കുന്നത് ശരി ഇപ്പം വലിയ റെൻഡറിംഗ് ഇല്ല, അതുകൊണ്ട് 4K റെസൊല്യൂഷനിൽ പോട്ടെ. PSSR അപ്പോൾ 4K റെസൊല്യൂഷനിൽ വർക്ക് ചെയ്യണം. പെട്ടെന്ന് റെൻഡറിംഗ് കൂടുവാണ്, ഗെയിം എഞ്ചിൻ തീരുമാനിക്കുകയാണ് റെസൊല്യൂഷൻ 2K-ലോട്ട് കുറച്ചോ. അപ്പോൾ PSSR എന്ത് ചെയ്യും? 2K റെസൊല്യൂഷനിൽ ഈ പറഞ്ഞ ക്ലാരിറ്റി ഡീറ്റെയിലും അപ്ലൈ ചെയ്യണം. അതായത് റെസൊല്യൂഷൻ മറിഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ PSSR അതിനനുസരിച്ചിട്ട് അതിന്റെ വർക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. നേരത്തെ നമ്മൾ CNN അഥവാ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്സിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു. അതപ്പോൾ സൂപ്പർ റെസൊല്യൂഷന്റെ ആ ഒരു എക്സാമ്പിളിലാണ് നമ്മൾ CNNs-നെ പറ്റിയിട്ട് പറഞ്ഞത്. PSSR-ഉം എഫക്റ്റീവ്ലി ഒരു ന്യൂറൽ നെറ്റ്വർക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കസ്റ്റം RDNA ആർക്കിടെക്ചറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഹാർഡ്വെയർ. ആ ഒരു ഹാർഡ്വെയറിന്റെ മേലെയാണ് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത്. ഇത്തരത്തിൽ PSSR റൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവര് ഏത് ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരു കാര്യം ഇവർ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഏത് ന്യൂറൽ നെറ്റ്വർക്ക് റൺ ചെയ്താലും അതിൽ ചിലത് റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആയിരിക്കും. അതിന്റെ അർത്ഥം നമ്മൾ എവിടെയെങ്കിലും ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്ന സംഭവം പിന്നീട് എപ്പോഴേലും നമുക്ക് തന്നെ ഇൻപുട്ട് ആയിട്ട് കയറി വരുന്നുണ്ട് ഈ നെറ്റ്വർക്കുകളിൽ. അതാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് ഇവിടെ 4 പടം കൊടുത്തിട്ടുണ്ട്. 4 എണ്ണത്തിലും ഇത് ഇടയ്ക്ക് കറങ്ങി തിരിഞ്ഞ് ഇൻപുട്ട് ആയിട്ട് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവർ ആദ്യമേ യൂസ് ചെയ്ത ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് നെറ്റ്വർക്ക് ആയിരുന്നു. അതായത് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു, ഔട്ട്പുട്ട് അതേ സെയിം റെസൊല്യൂഷനിൽ തന്നെ കിട്ടുന്നു. രണ്ടാമത് യൂസ് ചെയ്ത നെറ്റ്വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ലോവർ റെസൊല്യൂഷൻ, സ്റ്റാർട്ട് ടു ഫിനിഷ് ഒരു ലോവർ റെസൊല്യൂഷനിൽ ഇത് റൺ ചെയ്യും. അറ്റ് ദ വെരി എൻഡ് ഒരു അപ്സ്കെയിലിംഗ് ഇട്ട് കൊടുക്കും. മൂന്നാമത്തേതിനെ റിക്കറന്റ് നെറ്റ്വർക്ക് എന്ന് വിളിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ CNN-ന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ആ സെയിം സാധനം. അതായത് പല ലേയേഴ്സ് ഉണ്ടാവും. ചിലപ്പം അപ്സ്കെയിലിംഗ് നടക്കും, ചിലപ്പോൾ ഡൗൺ സ്കെയിലിംഗ് നടക്കും. അങ്ങനെ എൻഡ് റിസൾട്ട് കിട്ടുന്നത് സാധനം. മൂന്നാമത്തെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആദ്യമേ ഇമേജിനെ ഒന്ന് ഡൗൺ സ്കെയിൽ ചെയ്യും, വീണ്ടും ഡൗൺ സ്കെയിൽ ചെയ്യും, പിന്നെ അപ്സ്കെയിൽ ചെയ്യും, പിന്നെയും അപ്സ്കെയിൽ ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഒരു റെസൊല്യൂഷൻ കിട്ടുന്നത്. നാലാമത്തെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഏറ്റവും ആദ്യമേ ഞാൻ ഡിസ്കസ് ചെയ്ത CNN-ന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ. ആ സാധനമാണ് നാലാമത്തെ നെറ്റ്വർക്ക്. അതായത് ചിലപ്പം ആവശ്യം വന്നെന്നുണ്ടെങ്കിൽ മാത്രം ഡൗൺ സ്കെയിൽ ചെയ്യും, ആവശ്യം വന്നെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഡൗൺ സ്കെയിൽ ചെയ്യും, പിന്നെ അപ്സ്കെയിൽ ചെയ്യും, അപ്സ്കെയിൽ വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അതായത് നമ്മുടെ ആവശ്യാനുസൃതം മാറി മറിയുന്ന ഒരു കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പൊ ഇവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു റീകറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ് ഇവര് PSSR-ന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അതിനുശേഷം മാർക്സ് കേർണി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഇവർ ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് PSSR-ന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തു. അതിനുശേഷം ഇവർ ഡെവലപ്പേഴ്സിന് ടെസ്റ്റിങ്ങിനായിട്ട് സാധനം വിട്ടുകൊടുത്തു. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ഡെവലപ്പേഴ്സും PSSR-ന്റെ പല കുറ്റങ്ങളും പറഞ്ഞു വന്നു. അതിലത്തെ ചില പോരായ്മകൾ എന്തായിരുന്നു വെച്ചാൽ PSSR ഏതോ ഒരു ഗെയിം റെൻഡർ ചെയ്തപ്പം അതിലൊരു നീല സ്കൈ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നീല ആകാശം ഉണ്ടായിരുന്നു. PSSR-ന് നീല ആകാശം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയില്ല ഇത് ആകാശമാണോ, ഈ ആകാശത്തിന്റെ നിറം നീലയാണോ. അപ്പൊ മാർക്സ് കേർണി ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു AI ഫസ്റ്റ് ആയിട്ടാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിന് ഇങ്ങനത്തെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഇവർ അതിനുള്ള സൊല്യൂഷനും കൂടെ കണ്ടെത്തി എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു പ്രസന്റേഷന് ശേഷം ശരിക്കും PS5 Pro ഒഫീഷ്യലി റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡെവലപ്പേഴ്സ് PS5 Pro-നെ മനസ്സിൽ കണ്ടുകൊണ്ട് ഗെയിംസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അപ്പൊ അങ്ങനെ ഡെവലപ്പ്
ചെയ്ത് തുടങ്ങുമ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അത്തരത്തിൽ സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ഇൻ എഫക്ട് എന്താ സംഭവിക്കുന്നത്? ഈ ഒരു AI അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ ലേണിംഗ് കൂടുതൽ സ്ട്രോങ് ആവുകയാണെന്നാണ് പുള്ളി പറയുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പുള്ളി ഈ ഒരു പ്രസന്റേഷന്റെ മെയിൻ ഒരു ഭാഗം അവിടെ കഴിച്ചു. അതായത് ഡെവലപ്പേഴ്സിന് PS5 Pro പരിചയപ്പെടുത്തി കൊടുത്തു. ഇതിനുശേഷം പുള്ളി ഇവരുടെ ഭാവി പരിപാടികളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം അത് കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുള്ളി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പുള്ളി ആദ്യമായിട്ടാണ് ഭാവിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്, അതും ഒരു ലൈവ് പ്രസന്റേഷനിൽ നിന്ന് പുള്ളി പറയുന്നുണ്ട്. ഇതിന്റെ അവസാനം പുള്ളി വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അതായത് പുള്ളി ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ് ഈ ഒരു ഡിവൈസിനെ പറ്റിയിട്ടെന്നാണ് പുള്ളി പറയുന്നത്. കാരണം ഇന്നേ വരെ ഇറക്കിയിട്ടുള്ള കൺസോളുകളിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് അവര് ചെയ്തിരിക്കുന്ന ഒരു കൺസോൾ ഇതാണെന്നാണ് പുള്ളി പറയുന്നത്. അതായത് മെയിനായിട്ട് ഇതിൽ AI അപ്സ്കെയിലിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്സിലറേറ്റഡ് റേ ട്രേസിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കസ്റ്റം GPU എൻഹാൻസ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മാർക്ക് സെർണി പറയുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും കസ്റ്റം ആയിട്ട് ഒരു ഡിവൈസ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുള്ളി പറയുന്നുണ്ട് ഡെവലപ്പേഴ്സ് കൂടുതലായിട്ട് ഈ സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഇങ്ങ് കിട്ടി തുടങ്ങുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് വേറൊരു കാര്യം കൂടെ വായിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു PS6ന്റെ റിലീസ് ഇവർ നീട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡെവലപ്പേഴ്സ് ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഒരു പക്ഷേ, അല്ലെങ്കിൽ അവരുടെ ഫൈനൽ റിസൾട്ട്സ് നല്ല പോസിറ്റീവ് ആയിട്ടുണ്ടാവണം. അപ്പൊ അതുകൊണ്ടായിരിക്കണം അടുത്തൊരു കൺസോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം എന്ന് ഇവരിപ്പോൾ പറഞ്ഞു വരുന്നത്. എന്താണെങ്കിലും അടുത്തൊരു 3-4 കൊല്ലം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ PS5 Proന് നല്ല കാലമാണ്. അത് ഏതൊക്കെ ഗെയിം ഇറങ്ങിയാലും അടുത്തൊരു 3-4 കൊല്ലത്തേക്ക് അടിപൊളിയായിട്ട് ഇതിൽ കളിക്കാൻ പറ്റും. അപ്പം ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.